ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓണവിഭവങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഓണവിഭവങ്ങൾ കാണിച്ച് നമ്മൾ ഇപ്പോൾ ഇന്നലെ നമ്മൾ പായസമാണ് കാണിച്ച് അടപ്രഥമൻ കാളം വിളമ്പിയതിന് ശേഷം നമ്മൾ അടപ്രഥമൻ വിളമ്പിയതിന് ശേഷം സാധാരണ നമ്മൾ പാൽപ്പായസം എന്തെങ്കിലും പാൽപ്പായസമോ അല്ലെങ്കിൽ പാലടയോ എന്തെങ്കിലും വിളമ്പി ബോളി ഉണ്ടല്ലോ ആ ബോളിയും കൂട്ടി കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും അടുത്ത കറി വിളമ്പുന്നത്. പക്ഷേ ഇത്തവണ ഞാനിവിടെ പാൽപ്പായസം ബോളി ഉണ്ടാക്കാത്തത് കാരണം അടപ്രഥമൻ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടപ്രഥമൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇലയിൽ വിളമ്പുന്നത് രസമാണ്. അപ്പോൾ രസം ഒന്നും ഉണ്ടാക്കി കാണിക്കണ്ടേ. അപ്പോൾ രസവും വിളമ്പും, മോര് വേണ്ടവർക്ക് മോരും കൊടുക്കും. അപ്പോൾ നമുക്ക് ഇന്ന് രസവും ഉണ്ടാക്കാം മോരും ഉണ്ടാക്കാം. നമ്മുടെ ഓണസദ്യയിൽ വിളമ്പുന്ന ഏറ്റവും അവസാനത്തെ വിഭവങ്ങളാണ് മോരും രസവും. അപ്പോൾ നമുക്ക് രസം ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ ഉണ്ട പുളി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊരു പാത്രത്തിനകത്ത് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രസത്തിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, സ്വല്പം ജീരകം, അത് കണക്ക് കായപ്പൊടി, ഇത്രയും സാധനങ്ങളോട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പുളി ഒന്ന് പിഴിഞ്ഞ് ഒന്ന് അരിച്ചെടുക്കാവേ. പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാവേ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കൂടെ ചേർക്കാവേ. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് ഈ വെളുത്തുള്ളിയും ആ ജീരകവും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാവേ. നന്നായിട്ട് ചതച്ചെടുക്കാം. വെളി നല്ല മഴ പെയ്യുക കേട്ടോ. ഓണം മഴയാണെന്നാണ് തോന്നുന്നത്. മഴ പെയ്യാൻ തുടങ്ങി. പക്ഷേ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാവേ. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയേക്കണേ. ഇനിയിപ്പോൾ ഉപ്പ് പാകമാണ്. അതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കും. തക്കാളി ഒന്ന് വാടി വരട്ടെ. ആ പച്ചമണം മാറി ഒന്ന് വാടി വരട്ടെ. ആ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ രസത്തിൻ്റെ കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ രസം റെഡി. രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവേ. രസം തിളച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ കായപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ കായത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുൻപിൽ നിൽക്കും. രസം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിൻ്റെ മേലോട്ട് സ്വല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. സദ്യയ്ക്ക് ഇല വിളമ്പുന്ന അവസാനത്തെ കറികളായിട്ടുള്ള രസവും സംഭാരവുമാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ രസം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അടുത്ത സംഭാരമാണ്. ഞാൻ 1 കപ്പ് തൈരെടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിലോട്ട് നമുക്ക് 2-3 കുറച്ച് കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട്, 1 കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, 2 തട്ട് കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചതച്ച് നമുക്ക് അതിലോട്ടൊന്ന് ചേർക്കാവേ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇഞ്ചിക്കറി കൂട്ടുന്നതൊക്കെ തന്നെ പ്രധാനമാണ്. ലാസ്റ്റ് നമ്മൾ ഈ രസവും സംഭാരവും കഴിക്കുന്നത്. സംഭാരത്തിനകത്താണെങ്കിലും നമ്മൾ ഇഞ്ചിയും കാന്താരിയും എല്ലാം ചേർത്താണ് എടുക്കുന്നത്. ഇഞ്ചി ദഹന വ്യവസ്ഥയ്ക്ക് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ രസം നമ്മൾ ഉണ്ടാക്കുന്നതും ഊണെല്ലാം കഴിഞ്ഞ് നമ്മൾ കഴിച്ചാലോ ഒന്ന് ദഹിച്ച് വയറൊന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും സദ്യ ഉണ്ട് കഴിയുമ്പം ഒന്നില്ല സംഭാരമോ അല്ല രസമോ തീർച്ചയായിട്ടും കഴിക്കണം. നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വാങ്ങിച്ച് കുടിച്ചാലും മതി. അപ്പോൾ ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട്. കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതൊന്ന് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. നമ്മുടെ സംഭാരം റെഡി. കണ്ടോ. ഈ
തൈര് നമുക്ക് കുടിക്കാനാണേലും അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ഓണസദ്യയുടെ അവസാന വിഭവങ്ങളായ രസവും സംഭാരവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രഥമനൊക്കെ കൂട്ടി ഊണ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്വല്പം ചോറ് വാങ്ങിച്ച് അതിലോട്ട് ഒന്നില്ലെങ്കിൽ സംഭാരമോ അല്ലെങ്കിൽ ഈ രസമോ എന്തെങ്കിലും കൂട്ടി കുഴച്ച് ഒരു ഉരുള ചോറ് കൂടെ ഉണ്ണണം. അങ്ങനെയാണ് നമ്മൾ ഓണസദ്യ അവസാനിപ്പിക്കുന്നത്. അപ്പം എൻ്റെ ഈ ഓണ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാണിച്ച വിഭവങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാൻ അടുത്തത് ഉപ്പേരിയായിട്ട് വരാം.